നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭൂമിയുടെ പേര് മാറ്റുന്നതിന് കൈക്കൂലി. കൊച്ചിൻ കോർപ്പറേഷനിലെ 2 ഉദ്യോഗസ്ഥർ പിടിയിൽ. ഇടപ്പള്ളി സോണൽ ഓഫീസിലെ സൂപ്രണ്ട് ലാലിച്ചൻ, ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരെയാണ് വിജിലൻസ് പിടികൂടിയത്. ഒരാളുടെ പക്കൽ നിന്ന് 5000 രൂപയും മറ്റൊരാളുടെ പക്കൽ നിന്ന് 2000 രൂപയും പിടിച്ചെടുത്തു. ഭൂമിയുടെ പേര് മാറ്റുന്നതിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ മെയ് മാസമാണ് എളമക്കര സ്വദേശി കൊച്ചി കോർപ്പറേഷന്റെ സോണൽ ഓഫീസുമായി ബന്ധപ്പെടുന്നത്. ഭൂമിയുടെ പേര് മാറ്റുന്നതിനായി പലതവണയായിട്ട് കയറിയിറങ്ങി. ആ സമയത്താണ് ഉദ്യോഗസ്ഥർ എളമക്കര സ്വദേശിയോട് പണം ആവശ്യപ്പെടുന്നത്. ഇൻസ്പെക്ടർ മണികണ്ഠന് 2000 രൂപയും സൂപ്രണ്ടിന് 5000 രൂപയും നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് എളമക്കര സ്വദേശി വിജിലൻസിന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും കൈക്കൂലിയുമായി പിടിയിലാകുന്നത്. പാലക്കാട് 14കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 അധ്യാപകർക്ക് സസ്പെൻഷൻ. ആരോപണ വിധേയയായ അധ്യാപിക ആശയെയും പ്രധാനാധ്യാപിക ലിസിയെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ മരണത്തിൽ അധ്യാപകർക്കെതിരെ ആരോപണവുമായി കുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയതോടെയാണ് നടപടി. പല്ലൻ ചാത്തൂരിൽ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുനാണ് മരണപ്പെട്ടത്. അധ്യാപികയുടെ മാനസിക പീഡനമാണ് കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുടുംബം പറയുന്നത്. കുട്ടി ഏറെക്കാലമായി മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ മെസ്സേജ് അയച്ചതിന് ഭീഷണിപ്പെടുത്തി, കൂടാതെ ജയിലിലിടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിക്കുന്നു. പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. വധശിക്ഷ നൽകണം. രാജീവ് ഗാന്ധി കേസ് ഉദ്ധരിച്ച പ്രോസിക്യൂഷൻ. ചെന്താമരയുടെ ശിക്ഷാവിധി മറ്റന്നാൾ. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷ കോടതി ശനിയാഴ്ച പ്രസ്താവിക്കും. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതിയിൽ കണ്ടെത്തിയിരുന്നു. ശിക്ഷയിന്മേലുള്ള വാദത്തിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയത്. അതിക്രൂര കൊലപാതകം നടത്തിയ പ്രതിക്ക് കഠിനമായ ശിക്ഷ തന്നെ നൽകണം. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ചെന്താമര ആ കുടുംബത്തിലെ 2 പേരെ കൂടി കൊലപ്പെടുത്തിയ കാര്യവും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. രാജീവ് ഗാന്ധി വധക്കേസ് കൂടി ഉദ്ധരിച്ചായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കാണാതായ വയോധിക വീടിന് സമീപത്തെ പൊട്ടക്കിണറ്റിൽ കുടുങ്ങിയത് 2 ദിവസത്തോളം. കുറച്ചു ദിവസമായി കാണാതായ വയോധികയെ വീടിന് സമീപത്തെ പൊട്ടക്കിണറ്റിൽ നിന്ന് കണ്ടെത്തി. പുനലൂർ പേപ്പർ മിൽ കാഞ്ഞിരമല പള്ളിത്താഴിൽ വീട്ടിൽ ലീലാമ്മയാണ് കിണറ്റിലകപ്പെട്ടത്. ഏകദേശം 2 ദിവസത്തിൽ ഏറെയായി ഇവർ കിണറ്റിലകപ്പെട്ടിട്ട് എന്നാണ് അഗ്നിരക്ഷാസേന അധികൃതർ അനുമാനിക്കുന്നത്. മകളുടെ വീട്ടിലായിരുന്ന ലീലാമ്മ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പുനലൂരിലെ വീട്ടിൽ തിരികെ എത്തിയത്. കഴിഞ്ഞ ദിവസം ഇവരെ മകൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ലീലാമ്മയെ കാണാനില്ല എന്ന വിവരം അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടുപരിസരത്ത് നിന്ന് ഇവരുടെ ആഭരണങ്ങളുള്ള കവർ കണ്ടെത്തുകയായിരുന്നു. CPM പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റിയിൽ കൂട്ടരാജി. ലോക്കൽ സെക്രട്ടറി അടക്കം 6 പേർ രാജിക്കത്ത് നൽകി. പാർട്ടി ഏറ്റെടുത്ത് ചെയ്യുന്ന വീട് നിർമ്മാണത്തിന്റെ കണക്ക് ചോദിച്ചതിന്റെ പേരിൽ അച്ചടക്ക നടപടിയെടുത്തെന്നാണ് ആക്ഷേപം. വീട് പണി ചർച്ചയാക്കിയ 2 അംഗങ്ങളെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ വീട് നിർമ്മാണം പൂർത്തിയായ ശേഷമാണ് കണക്ക് അവതരിപ്പിക്കുകയെന്നും ഇടക്കാല കണക്ക് അവതരിപ്പിക്കൽ രീതിയല്ലെന്നും ഇരവുപേരൂർ ഏരിയ നേതൃത്വം വിശദീകരിച്ചു.